എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അപർണനെ ചൂരിട്ട് കൂട്ടുവാണ് അബി. കാരണം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് തമ്പി വന്ന് ജാനകിയോട് പറഞ്ഞിട്ട് പോയത്. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നീട് അബി അപർണയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ അച്ഛന് ഇവിടെ കയറി വന്ന് നിറങ്ങാനായിട്ട് ആരുടെ അവകാശം കൊടുത്ത മേലാല് ഈ പടിക്കകത്തേക്ക് കയറിയേക്കല്ലെന്ന് പറയണം. ഇത് കേട്ടതും അപർണ കൂസലെല്ലാം നിൽക്കുവാണ്. ഈ സമയത്ത് അമല് ചോദിച്ചു, നീ എന്താടി കണ്ണു കിട്ടി പേടിപ്പിക്കണമെന്ന് ചോദിക്കാം. നാണം ഉണ്ടോടി നിന്റെ അച്ഛന് ഇവിടെ വന്ന് കയറി ഇറങ്ങി നടക്കാനായിട്ട്? അത് ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ കയറി വന്ന് വെല്ലുവിളിക്കാനായിട്ട്? എൻ്റെ അച്ഛനെ എഴുന്നേറ്റ് നടക്കുന്ന സമയമാണെങ്കിലുണ്ടല്ലോ ഈ പറയുന്ന തമ്പി വീടിന്റെ മുറ്റത്ത് നിൽക്കുള്ളൂ, അതിൻ്റെ അകത്തേക്ക് കയറില്ല എന്ന് പറയണം. പക്ഷെ എൻ്റെ അച്ഛനോ വീണ് കിടക്കുന്നുള്ളൂ, ഞാനോ അഭിയേട്ടനോ ആരും വീണ് കിടക്കുന്നില്ല. ഇതിനെ ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടത് അഭി പറഞ്ഞു, നിനക്കൊരു മനസ്സിലൊരു ധാരണയുണ്ടായിരിക്കും, നിന്റെ പുറയിൽ ആളുണ്ട്, എന്ത് വേണേലും ആകാന്നുള്ള ധാരണ. അതങ്ങോട്ട് മാറ്റി വെച്ചാലേ അപർണേ, അതൊന്നും ഇവിടെ ചെലവാവില്ല. അത് പടനിലത്ത് തമ്പിയുടെ വീട്ടിൽ മതി. ഇത് അളകാപുരി വീടാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങളാണ്, അല്ലാതെ പടനിലത്ത് തമ്പിയല്ല. ഞാനേ താലി കെട്ടിയ പെണ്ണായി നിൽക്കുന്ന ജാനകി അറിയാലോ. അവളെ ഒന്ന് തൊട്ടു നോവിക്കാനോ അല്ലെങ്കിൽ അവളോട് അവളുടെ മനസ്സ് നോവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഞാൻ ജീവനോടെ വിടത്തില്ല. ഇതിന് അഭി പകരം ചോദിക്കും എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, അതിന് നിങ്ങൾ എൻ്റെ നേരെ കിടന്ന് കുറച്ചിട്ടൊന്നും കാര്യമില്ല. തമ്പി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പിയോട് പോയി തന്നെ ചോദിക്കണമെന്ന് പറയണം. ചോദിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവനാണെങ്കിൽ ഒന്നുകൂടെ ഈ വീട്ടിലേക്ക് വന്ന് കയറാൻ പറ, കാണിച്ചു കൊടുക്കാം ഈ അളകാപുരിയിൽ അഭി ആരാന്നുള്ള കാര്യം അവന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു, വെറുതെ ഒന്നും അല്ലല്ലോ, അവള് തിരിച്ചു പറഞ്ഞിട്ടല്ലേ, അവൾക്ക് മര്യാദയ്ക്ക് കേട്ടോണ്ടിരിക്കാൻ ഒരു കുഴപ്പമില്ലാതെ എന്ന് പറയും. ഇത് കേട്ടൻ ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്നിട്ട്, നീ എന്താ പറഞ്ഞ? ഞാൻ മിണ്ടായിരിക്കണമെന്നല്ലേ? നിന്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ മിണ്ടായിരിക്കണമെന്നല്ലേ? പറഞ്ഞതിലുള്ള മറുപടി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ സമയത്ത് കേൾക്കാൻ അറയ്ക്കുന്ന വാക്കുകളൊക്കെ നിന്റെ അച്ഛൻ പറഞ്ഞ. പക്ഷെ ഒരു കാര്യമുണ്ട് അപർണേ, എന്നും എല്ലാ കാലത്തും അങ്ങേർക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇതിലൂടെ തിരിച്ചടി കിട്ടിയിരിക്കും, അല്ലെങ്കിൽ എവിടുന്നേലും കിട്ടിയിരിക്കും എന്നൊക്കെ പറയണം. ഇത് മനസ്സറിഞ്ഞ ശപിക്കുന്നത്. കാരണം എൻ്റെ മനസ്സ് അത്രമാത്രം നൊന്നിട്ടുണ്ട്. അനാഥയായ ഒരു പെണ്ണെന്നുള്ള പേരിലാണ് നിന്റെ അച്ഛൻ അപമാനിച്ച. അതിനേക്കാൾ ഉപരി ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത എൻ്റെ അമ്മേനെ അച്ഛനെയും വെച്ച് എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കിയെന്നറിയോ? അത്രമാത്രം ഞാൻ സഹിച്ച് ക്ഷമിച്ചിരുന്നു. പക്ഷേങ്കിൽ ഇനി എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. ഇനിയും ഞാൻ പ്രതികരിക്കും ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് അങ്ങോട്ട് കയറി പോവാണ് ജാനകി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമല് പറഞ്ഞു, നാണം ഉണ്ടോടി നിനക്ക്? അതെ, ജാനിയടുത്ത് കാരണം നീ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നേ. നീ കതിർമണ്ഡപത്തിൽ ഇങ്ങനെ തല കുണിച്ച് നിൽക്കുന്ന സമയത്ത് ജാനിയടുത്ത് ഉള്ളത് കൊണ്ട് മാത്രം നിന്റെ കഴുത്ത് ഞാൻ താലി കിട്ടി. അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നീ ഇപ്പോഴും അവിടെ ഒരു വീട്ടിലിങ്ങനെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ അവിടെ നിന്നേനെന്ന് പറയണം. നിന്റെ കല്യാണം പോലും നടക്കില്ലായിരുന്നു. നിന്റെ കല്യാണം പിന്നെ എത്ര വയസ്സിലാണ് നടക്കുന്നത്? ഇത് കേട്ട അപർണ പറഞ്ഞു, ഓ, നിന്നെ പോലെ ഒരിടത്തിനെ കല്യാണം കഴിക്കുന്നേക്കാളും ഭേദം ഞാൻ വീട്ടിൽ നിൽക്കുന്നതായിരുന്നല്ല ഭേദം എന്ന് പറയാം. ഇത് കേട്ടത് അമ്പലം പറഞ്ഞു, അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെ രക്ഷപ്പെട്ടു പോയനും. നിന്നെ പോലുള്ള ഒരുത്തി എൻ്റെ തലയിലേക്ക് വന്ന് കയറി അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം പറയണം. നിരഞ്ജനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അത്ര മോശമായ കാര്യങ്ങളൊക്കെയാണ് തമ്പി വന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. പിന്നീട് ജാനയെ കരഞ്ഞോണ്ട് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. നിരഞ്ജന അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ കയറി ചെന്നപ്പോഴത്തേനും ജാനകി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടത് ജാനകിയോട് എന്നിട്ട് പറഞ്ഞു, അല്ല ജാനകിയടുത്ത് എന്തിനാ സങ്കടപ്പെടുന്നേ? എന്ന് കരയൊന്നും വേണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, എല്ലാം എൻ്റെ തെറ്റാന്ന് പറയണം. അല്ല ആ പറഞ്ഞേക്ക് എങ്ങനെ ഇങ്ങനെ ക്രൂരമായിട്ട് കഴിയുമെന്ന് ചോദിക്കുകയാണ് നിരഞ്ജന. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എൻ്റെ തെറ്റാ. എനിക്ക് അച്ഛനില്ല അമ്മയില്ല. പക്ഷെ അനാഥയാണെങ്കിൽ പോലും ഈ വീട്ടിലുള്ളവർ എന്നോട് ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യത്തിൽ പെരുമാറിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാ ഇവിടുത്തെ അമ്മയൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയണേ. അമ്മയൊന്നും നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മുത്തശ്ശി മാത്രമായിരുന്നു ഇടയ്ക്ക് കുത്തി നോക്കിക്കൊണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതുവരെ ഞാൻ പൊരുത്തപ്പെട്ട് പോകുമായിരുന്നു. എനിക്കത് കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശി എന്ത് പറഞ്ഞാലും. പക്ഷെ ഇപ്പോഴിങ്ങനെയൊക്കെ അപർണയുടെ അച്ഛൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് ഒരാൾ വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് എത്രമാത്രം അപമാനം ഉണ്ടാവുമെന്നറിയാവോ? ഇത് കേട്ടതും നിരഞ്ജന പറഞ്ഞു, ആ അപർണനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. അപർണ ഇങ്ങോട്ട് വന്ന എല്ലാത്തിനും കാരണം എന്ന് പറയാൻ. അത് ശരിയാ, എൻ്റെ തെറ്റാ. അവിടെ ഞാനാ തെറ്റിയതേ. അവള് കതിർമണ്ഡപത്തിൽ നിൽക്കുന്ന കാരണം വരനില്ലാതെ കതിർമണ്ഡപത്തിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹതാപം തോന്നി ഞാൻ അമ്മലിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച. അന്ന് പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അന്ന് അങ്ങനെ അവൾ കല്യാണം നടക്കാതെ പോവായിരുന്നെങ്കിൽ അവൾ വീട്ടിലേക്ക് പോകാനും ഈ കുടുംബത്തിൽ ഇത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാനും പോയില്ലായിരുന്നു.
അവൾ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായത്. അവള് ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും അത് ഊതി വലുതാക്കി വലിയ കാര്യമാക്കാനായിട്ട് നോക്കി. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറയാണ്. പിന്നീട് നിരഞ്ജനോട്ട് പോട്ടെ ജാനുവടുത്തി വിഷമിക്കാതിരിക്കാൻ പറയാണ്. അങ്ങനെ ജാനകിനെ സമാധാനിപ്പിക്കുക. ഈ സമയത്ത് സൂര്യനാരായണൻ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തെ വാക്കുകളൊക്കെയാണ് തമ്പി പറഞ്ഞിട്ട് പോയത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം ജാനകി അത്ര പാവമായതുകൊണ്ട് മാത്രമാണ്. പിന്നീട് സൂര്യനാരായണൻ്റെ അടുത്തേക്ക് അഭി വന്നു കഴിയുമ്പോഴത്തേനും സൂര്യനാരായണൻ പറഞ്ഞു, നിനക്ക് അവൻ്റെ ചെകിട് തീർത്തൊരെണ്ണം കൊടുക്കാൻ വല്ലായിരുന്നു ചോദിക്കുക. ഞാൻ വന്നു കഴിയുമ്പോഴത്തേനും തമ്പി ഇവിടുന്ന് പോയി, അല്ലായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെന്ന് പറയാം. ഇതിന് തക്കതായ മറുപടി കൊടുക്കണം മോനെ. ഒരു കാരണവശാലും അവനെ വെറുതെ വിടില്ല. അവന് കിട്ടിയതൊന്നും പോരെന്ന് തോന്നേ. അവനോടൊപ്പം ആ ഉണ്ണിത്തവക്കീലും കൂടെ ചേർന്നിട്ടുണ്ടെന്ന് പറയണം. അത് ശരിയാച്ചാ, ഉറപ്പായിട്ട് ചേർന്നിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെ ഞാൻ വെറുതെ വിടത്തില്ല. ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കുമെന്ന് പറയണം. ജാനകിനെ നീ പോയി സമാധാനിപ്പിക്കുക. അവൾക്ക് അച്ഛനില്ല അമ്മയില്ല എന്നുള്ള അവളുടെ മനസ്സിലൊരു ബോധമുണ്ട്. അത് ആദ്യം തന്നെ മാറ്റണമെന്ന് പറയണം. കാരണം സൂര്യനാരായണൻ അറിയാം ജാനകിയുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം. അത് മിക്കവാറും തമ്പിയായിരിക്കും. അതുകൊണ്ടാണ് സൂര്യനാരായണൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അപർണയുടെ ഒരു കാരണവശാലും പിണക്കണ്ട, അവളെ കൂടപ്പുറപ്പായിട്ട് കാണണം എന്നൊക്കെ. അതിന് പിന്നിലൊരു രഹസ്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ക്ഷമിച്ചു പോന്നെ. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് സൂര്യനാരായണനോട് പുറത്ത് പറയേണ്ടി വരും. സൂര്യനാരായണൻ അറിയാം. കാരണം ജാനകി ആരാന്നുള്ള സത്യം. കാരണം ഇത്രമാത്രം ജാനകിനെ അപമാനിച്ചിട്ട് സൂര്യനാരായണൻ കടിച്ചു പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു വലിയ രഹസ്യം തന്നെയുണ്ട്. പക്ഷെ എത്ര കാലം സൂര്യനാരായണൻ അത് ഒളിപ്പിച്ചു വെക്കുമെന്ന് പറയാനും പോലും പറ്റില്ല. എന്നാണെങ്കിൽ ഇത് അറിഞ്ഞാൽ മതിയുള്ളൂ. കാരണം ഇത്രയേറെ അപമാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ജാനകി ഇങ്ങനെ സങ്കടപ്പെടുന്ന കണ്ട് സൂര്യനാരായണന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ട് വാക്കുകളൊക്കെയാണ് അയാൾ വന്ന് പറഞ്ഞിട്ട് പോയത്, ആ തമ്പി എന്ന് പറയുന്ന ദുഷ്ടന്. പിന്നീട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം അമല് മുറിയിലേക്ക് വന്നു. അപർണ മുറിയിലുണ്ടായിരുന്നു. അമലിനെ കട്ടക്കലിപ്പായിപ്പോയി. അമൽ എന്നിട്ട് പറഞ്ഞു, നാണം ഉണ്ടോടി നിന്റെ അച്ഛന്? കയറി വന്നിരിക്കുന്ന അയാള് അങ്ങേര് മാത്രമല്ല, ആ നിരഞ്ജനയുടെ അച്ഛനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അയാൾക്ക് കിട്ടിയതൊന്നും പോരല്ലേന്ന് ചോദിക്കുകയാണ്. എടാ, എനിക്ക് നല്ല സംശയമുണ്ട്, നീയും നിന്റെ അച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് കളിക്കുന്ന നാടകമാണ്. അതേടി, ഞാനും എൻ്റെ അച്ഛനും എല്ലാം ചേർന്നാ കൊടുത്ത്, ഇനിയും കൊടുക്കുമെന്ന് പറയണം. കിട്ടിയതൊന്നും പോരാ, നല്ല രീതിയിൽ കിട്ടിയല്ലോ. കൊടുത്ത ആരാണെങ്കിലും അവര് നല്ല ചുണയുള്ള ആൺകുട്ടികളാന്ന് പറയണം. പിന്നെ നോക്കിയിരുന്നോ, മിക്കവാറും അവസാനം വന്ന് കഴിയുമ്പോഴത്തേനും അയാളെ ഭൂമിയിൽ പോലും ഉണ്ടാകത്തില്ല. ഇങ്ങനെ അതേ കാലമൊന്നും അങ്ങനെ പോകത്തില്ല. ഇങ്ങനെ ഓരോരുത്തരും വെല്ലുവിളിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം അങ്ങനെ ആയാലും തല്ലിക്കൊല്ലുവളെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, അതെ, എൻ്റെ അച്ഛൻ അതൊക്കെ നോക്കിയും കണ്ട് നിൽക്കാൻ അറിയാന്ന് പറയാം. നിൽക്കാൻ അറിയാൻ പോലും. എന്നിട്ടാണ് ഇടി കഴിഞ്ഞ ദിവസം നല്ല ചത കിട്ടിയത്. എന്ത് ചത കിട്ടിയടി? നാണം ഉണ്ടെങ്കിൽ അയാളെ തല്ലി മേടിച്ച് കൂട്ടി വീട്ടിൽ ഇരിക്കുവോ? ഇല്ലല്ലോ. തിരിച്ച് 2 എണ്ണമെങ്കിലും കൊടുക്കണ്ടേ? ഇത് അതുപോലും കൊടുക്കാൻ പറ്റാതെ അല്ലേടി നിന്റെ അച്ഛൻ്റെ. എന്നിട്ട് വലിയ വീരവാദം മുഴക്കൊണ്ട് വന്നിരിക്കുന്നു. എന്നിട്ടോ നീ അല്ലേടി അങ്ങേരും കൂടി വിളിച്ചു കയറ്റിയത്. ഇനി വിളിച്ചു കയറ്റ അഭിയേട്ടൻ്റെ കൈ നല്ലത് കിട്ടുമെന്ന് പറയാണ് നിന്റെ അച്ഛന്. ഇനി വീട്ടിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിയേട്ടൻ തല്ലിയില്ലെങ്കിലും മിക്കവാറും എൻ്റെ അമ്മായച്ചനെ ദേഹത്ത് ഞാൻ കൈവെക്കുമെന്ന് പറയണം. കാരണം അത്രയ്ക്ക് നികൃഷ്ട ജന്മം അയാളെന്ന് പറയണം. ഈ സമയത്ത് അജയ് മുറിയിലിരിക്കുകയാണ്. അപ്പം നിരഞ്ജന അങ്ങോട്ടേക്ക് കയറി വന്നു. അജയ് മൈൻഡ് ചെയ്തിരുന്ന കഴിയുമ്പോഴത്തേനും നിരഞ്ജന തലയ്ക്ക് നല്ല ദേഷ്യം വന്നു. പിന്നീട് നിരഞ്ജന വന്നിട്ട് ചോദിച്ചു, അജയ് നീ എന്താ അജയ് എന്നോടൊന്ന് സംസാരിക്കണ പോലും ഇല്ലെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജയ് പറഞ്ഞു, എനിക്ക് അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം ടെൻഷനുണ്ട് നിരഞ്ജനെ. അതിൻ്റെ ഇടയ്ക്കാണെന്ന് ചോദിക്കാം. എന്താ അജയ് ഇങ്ങനെയൊക്കെ? നേരത്തെ ഇന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് പറയണം. അതെ, ഇപ്പം നമ്മൾ പ്രണയിച്ച് നടക്കുന്ന സമയമല്ല. എനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാ. എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കണം, എങ്കിൽ മാത്രം കാര്യമുള്ളെന്ന് പറയണം. എനിക്ക് ആ സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങണമെന്ന് പറയാം. നീ നിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സും എപ്പോൾ ചോദിച്ചാലും നിനക്ക് ഇത് മാത്രമേ പറയാനുള്ളല്ലോ. പക്ഷേങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പായി, നിനക്ക് വേറെ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. ആ അപർണ പറഞ്ഞ പോലൊക്കെ തന്നെ നീ ബാംഗ്ലൂർക്ക് പോയത് അതിന് വേണ്ടിയിട്ടാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പക്ഷെ ബിസിനസ്സിൻ്റെ കാര്യത്തിനല്ല. അങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിനക്ക് ബിസിനസ്സിനെ കുറിച്ചൊക്കെ അഭിയേട്ടനോടും അമലിനോടും ഒക്കെ പറയാൻ വരായിരുന്നോ? അവർ അച്ഛനോട് പറഞ്ഞ് പണം സംഘടിപ്പിച്ചാലാന്ന് പറഞ്ഞല്ലേ. പക്ഷെ നിനക്കതിന് സമ്മതമല്ലായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു കാര്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും വഞ്ചിക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അജയ് എന്ന് പറയണം. കേട്ടോ അജയ് പറഞ്ഞു, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാന്ന് വെച്ചാൽ അവൾ സ്വസ്ഥതയും സമാധാനം തരത്തില്ലെന്ന് പറയാം. അതെ, ഇപ്പം ഞാൻ നിനക്കൊരു സമാധാനക്കേടായല്ലേ? അങ്ങനെ ഞാൻ നിന്നെ സൂചിപ്പിക്കാൻ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ ചതിക്കാനാ ഭാവമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല അജയ്. അറിയാലോ, നിന്റെ പുറകെ വന്നവളാ ഞാൻ. അവസാനം നീ എന്നോട് ചതിച്ച് വേറൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി അടത്താൻ പോകാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓടി വന്ന അങ്ങോട്ട്. അന്ന് നീ നന്നായിട്ട് അഭിനയിച്ചു. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അതെല്ലാം വെറും അഭിനയം മാത്രമായിരുന്നു. എന്നോടുള്ള സ്നേഹം പോലും അഭിനയമായിരുന്നു. ഇത് കേട്ടതും അജയ് ഒന്നും ഞെട്ടി. ഈ സമയം നിരഞ്ജന പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവനോടെ ഭൂമിയിൽ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് നിരഞ്ജന അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ
അജയ് ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.